إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ അവനേറെ ഇഷ്ടപ്പെടുന്ന ദാസരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ലോകം മക്കയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഏറെ പുണ്യം നിറഞ്ഞ ദിനങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഉത്തമമായതിനോട് പ്രിയമുള്ള ആൾക്കാരാണ് മനുഷ്യർ. ഏത് വസ്തു തിരഞ്ഞെടുക്കുമ്പോഴും ഉത്തമമായതിനെ പരിഗണിക്കാറുണ്ട്. ആ ഉത്തമമായതിന് വേണ്ടി പ്രയാസം സഹിക്കാനും നാം റെഡിയാണ്. കുറച്ചൊരൽപ്പം വില കൂടിയാലും അത് നല്ല സാധനമാണ് എന്നറിയുമ്പോൾ വില കൂടിയാലും സാരമില്ല, അത് വാങ്ങാം എന്ന് വിചാരിക്കുന്നവരാണ് മനുഷ്യർ. ഒരൽപ്പം ദൂരേക്ക് പോയാലും നല്ല സാധനം അവിടുന്ന് കിട്ടും, അതുകൊണ്ട് ദൂരം പ്രശ്നമില്ല, ഒരൽപ്പം പ്രയാസം സഹിച്ചാലും ആ ദൂരം താണ്ടാം എന്ന് വിചാരിക്കുന്നവനാണ് മനുഷ്യൻ. അതേപോലെ തന്നെ നല്ലത് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരുന്നാൽ ഇതിനേക്കാൾ നല്ലത് ലഭിക്കുന്നതാണ് എന്നറിയുമ്പോൾ കാത്തിരിക്കാനും മനുഷ്യന് പ്രയാസമില്ല എന്നുള്ളത്. ഇത് ദുനിയാവിൻ്റെ കാര്യങ്ങളിലാണ് എന്ന് മാത്രം. എന്ത് സഹിക്കാനും എത്ര വില കൂടിയതായാലും അത് നൽകാനും എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാനും മനുഷ്യന് കഴിയുമെന്നതാണ്. പക്ഷേ ദീനിൻ്റെ വിഷയത്തിലും ഇങ്ങനെ ഒരു ശ്രദ്ധ ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു കാര്യം ദീനീ വിഷയത്തിൽ ശ്രേഷ്ഠമാകാൻ അള്ളാഹു അത് ശ്രേഷ്ഠമാക്കണം. ചില മാസങ്ങൾക്ക് ചില മാസങ്ങളേക്കാൾ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ചില ആളുകൾക്ക്, ചില പേരുകൾക്ക്, ചില സ്വഹാബാക്കൾക്ക്, ചിലർക്ക് ചിലരേക്കാൾ മഹത്വം കൽപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
ചില സ്ഥലങ്ങൾക്ക് മറ്റു ചില സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് അള്ളാഹു കൽപ്പിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠതകളാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ. അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് 12 എണ്ണമാണ്. ഫീ കിതാബില്ല, അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, അന്നാണ് അള്ളാഹു ആകാശ ഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചത്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ തന്നെ 4 മാസങ്ങൾ, 4 എണ്ണം പവിത്രമാക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു വർഷത്തിൽ 12 മാസം എന്നത് മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 എണ്ണം അത് പവിത്രമാണ് എന്ന് പറയുന്നതിൽ സലാസത്തും മുതവാലിയാത്ത്, 3 എണ്ണം, അതിലെ 3 മാസങ്ങൾ ആവർത്തിച്ചു വരുന്നവയാണ്. അത് ക്രമപ്രകാരം വരുന്നവയാണ്. ദുൽഖഅദ വദുൽ ഹിജ്ജ വൽ മുഹറം വറജബ്, അതിൽ ദുൽഖഅദയും ദുൽഹിജ്ജയും അതേപോലെ മുഹറവും റജബും ഇങ്ങനെ ആവർത്തിച്ചു വരുന്നതിൽ 3 എണ്ണം ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ, അതിലൊന്ന് ദുൽഖഅദയാണ്, ഹജ്ജിലേക്ക് പുറപ്പെടുന്ന മാസമാണ് ദുൽഖഅദ. 2 ദുൽഹിജ്ജയാണ്, ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന മാസമാണ് ദുൽഹജ്ജ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മുഹറമാണ്, ഹാജിമാർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന മാസം. ഇത് 3ഉം ഒരു ഹജ്ജിന് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 മാസങ്ങൾക്കും വലിയ പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇഹലോകത്തിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദുൽഹിജ്ജ മാസത്തെ അതിൻ്റെ പവിത്രതയെ കൃത്യതയോടുകൂടി, ആ പവിത്രതയോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിലെ പ്രത്യേകതകൾ? ഒന്ന്, വിശുദ്ധ ഖുർആനിലെ പരാമർശമാണ് വൽ ഫജ്ർ വലയാലിൻ അശർ. 10 ദിവസങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങളായ ആളുകൾ കൂടുതലും അഭിപ്രായം പറയുന്നത് അൽ മുറാദു ബിഹ അശറ ദിൽ ഹജ്ജ വലയാലിൻ അശർ എന്ന് പറയുന്ന ആ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ മുറാദ്, അതിൻ്റെ അർത്ഥമാക്കുന്നത് അത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്നുള്ളതാണ്. വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്, മുഹറം ആദ്യ 10 എന്നും റമദാനിലെ അവസാന 10 എന്നും. പക്ഷെ പ്രബലമായ അഭിപ്രായം ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമി മഅ്ലൂമാത്ത്, സൂറത്ത് ഹജ്ജിലെ 28-ാമത്തെ ആയത്തിലൂടെന്ന് പറയുന്നത് അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുവാനും വേണ്ടി അയ്യാമി മഅ്ലൂമാത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്നുള്ളതാണ്. ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട് സഹോദരന്മാരെ. പലപ്പോഴും നമ്മൾ പരിഗണിക്കുന്നത് ദുൽഹിജ്ജ 9ഉം 10ഉമാണ്. 9-ലെ അറഫ ദിനം, 10-ലെ ബലിപെരുന്നാൾ ദിവസം. ഈ 2 ദിവസങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ജിഹാദിനേക്കാൾ മഹത്തരമാണ് എന്ന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ധർമ്മസമരത്തിന് വേണ്ടി തിരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ പറയാണ് മൽ അമലു ഫീ അയ്യാമിൽ അശ്ർ അഫ്ളല മിനൽ അമലി ഫീ ഹാദി. പ്രവാചകൻ പറഞ്ഞു ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങളുമില്ല. സ്വഹാബാക്കളോട് പറയാം, സ്വഹാബാക്കൾ ചോദിക്കുകയാണ് ഖാലു വലൽ ജിഹാദ്, പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ലേ? സൽക്കർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ നടത്തുന്ന ജിഹാദ് അത് ഇതിൽ പെട്ടതല്ലേ എന്ന്
ചോദിക്കുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന മറുപടി വലൽ ജിഹാദ്, ജിഹാദുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറയുന്നുണ്ട്, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈഇൻ. എന്നാൽ ഒരാൾ സ്വന്തം ശരീരവും സമ്പത്തുമായും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പുറപ്പെടുകയും അവയിൽ നിന്ന് ഒന്നും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാതെ രക്തസാക്ഷിയാകുകയും ചെയ്താലല്ലാതെ, വെറുതെ രക്തസാക്ഷിയായി എന്നല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു അവനവന്റെ ശരീരവുമായി, അതേപോലെ തന്നെ അവൻ സമ്പത്തുമായും റബ്ബിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തി തിരിച്ചു വരുന്നില്ല. ആ യുദ്ധത്തിൽ അയാൾ ഷഹീദാവുകയും സമ്പത്തും പോയി സ്വന്തം ശരീരവും പോയി അങ്ങനെ ഷഹീദാവുകയാണെങ്കിലല്ലാതെ എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തരുന്നത്. അത് ജിഹാദിനേക്കാൾ മഹത്തരമാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പുണ്യമുണ്ടാവാൻ കാരണം? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു സബബ് ഉണ്ടാകുമല്ലോ, ഒരു കാരണം ഉണ്ടാകുമല്ലോ. അള്ളാഹു എല്ലാറ്റിനും കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്, ഇജ്തിമാഉ ഉമ്മഹാത്തുൽ ഇബാദത്തി ഫീഹി മിനശ് ശഹർ, ആ ദിവസങ്ങളിൽ, ആ മാസത്തിൽ, ആ ദിവസങ്ങളിൽ, ഈ 10 ദിവസങ്ങളിൽ ഉമ്മഹാത്തുൽ ഇബാദത്തുകൾ എല്ലാം ഈ ഒരു ദിവസങ്ങളിൽ ഒരു വിശ്വാസി ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, കർമ്മങ്ങൾ ഒരു വിശ്വാസി ചെയ്യുന്നു എന്നുള്ളതാ. വഹിയ സ്വലാത്ത്, നിസ്കാരമുണ്ട്, വസ്സിയാം, നോമ്പുണ്ട്, വസ്സദഖ, സ്വദഖ നൽകുന്നുണ്ട്, അതേപോലെ തന്നെ വൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാതും നടക്കുന്ന, എല്ലാ ഇബാദത്തുകളും നടക്കുന്ന, പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും നടക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ പുണ്യമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുകയാണ്. സഹോദരന്മാരെ, അത്രയേറെ പുണ്യം നമ്മിലേക്ക് വരുന്ന വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ റമദാനിൽ, നമ്മൾ റമദാനിൽ അവസാനത്തെ 10 വേണ്ടി നാം എത്രത്തോളം ഒരുങ്ങാറുണ്ടോ, അതേപോലെ തന്നെ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ടോ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ അതിന് തയ്യാറായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനൊരുങ്ങണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനൊരുങ്ങണം. ഈ നമസ്കാരവും ഈ സ്വദഖയും അതേപോലെ തന്നെ ഹജ്ജും നോമ്പും എല്ലാ സകല പ്രധാനപ്പെട്ട ഇബാദത്തുകളും അവന്റെ കുടക്കീഴിൽ വന്നു നിൽക്കുന്ന വല്ലാത്ത പുണ്യങ്ങളുള്ള 10 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ അവൻ വളരെ പ്രധാനപ്പെട്ട ആ ദിവസങ്ങളിൽ ഇറങ്ങിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിയോട് പഠിപ്പിക്കാൻ. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയോ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എല്ലാ റമദാൻ വരുമ്പോഴും നമ്മൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും പോലെ ഓരോ ഹജ്ജ് പെരുന്നാൾ വരുമ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ മാറാനോ തയ്യാറാകാനോ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതൊക്കെ നന്മകൾ അധികരിപ്പിക്കാം? ഒന്നാമതായി കൊണ്ട് പറയുന്നത് ഹജ്ജും ഉംറയും ചെയ്യാന്ന. അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമ, നിങ്ങൾക്കിടയിലുള്ളതിനെ അത് കഫാറത്താണ് എന്നുള്ളത്. ഒരു ഉംറ മുതൽ അടുത്തൊരു ഉംറ വരേക്ക്. വൽ ഹജ്ജു മബ്റൂറൻ, സ്വീകാര്യമായ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്, ഒരു വിശ്വാസിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവനുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഈ വർഷം ഹജ്ജിന് വേണ്ടി ഒരുങ്ങി പോകാൻ കഴിയാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വർഷങ്ങളായി ഹജ്ജിന് വേണ്ടി പോകാൻ മനസ്സിൽ കരുതി സാമ്പത്തികം തികയാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമുണ്ട് പക്ഷെ ആരോഗ്യം കൊണ്ട് കഴിയാത്ത ആ ഹജ്ജ്
ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആവതില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ ആശകളും ആഗ്രഹങ്ങളും ആ ഹജ്ജ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് നടത്തി കൊടുക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെപ്പോലെയുള്ള നമ്മളിൽ പല ആളുകളും ആ ഹജ്ജിന് വേണ്ടി കൊതിക്കുന്നവരാണ്. അങ്ങനെ ആ ഹജ്ജ് ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ, അങ്ങനെയുള്ള നന്മ നമുക്ക് അധികരിപ്പിക്കാൻ കഴിയുകയാണ് ഈ പുണ്യ ദിവസങ്ങളിലെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് നമസ്കാരമാണ്. നമസ്കരിക്കണം. പ്രത്യേകിച്ച് ദുഹാ നമസ്കാരങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും എന്നുള്ളതാണ്. നമസ്കാരമാണ് പരലോകത്ത് വെച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക, ദുഹാ നമസ്കാരം നിർവഹിക്കുക. അതേപോലെ തന്നെ നോമ്പ്, ദുൽഹജ്ജ ആദ്യ 9 ദിവസവും നമുക്ക് നോമ്പുകൾ നോൽക്കാം. പ്രശ്നമില്ല, പ്രയാസമില്ല, യാതൊരു തടസ്സവുമില്ല. 9ാമത്തെ ദിവസം മാത്രമല്ല നോമ്പിനെ കുറിച്ച് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ആ ദുൽഹജ്ജയിലെ 9 ദിവസവും നമുക്ക് നോമ്പ് നോക്കാൻ തുടർച്ചയായിട്ട്, അതും പുണ്യമാക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. 4ാമതായി കൊണ്ട് പറയുന്നത് അറഫ ദിനത്തിന്റെ നോമ്പാണ്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ചെറുപാപങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്റെ അടിമക്ക് പുറക്കപ്പെടുന്ന വളരെ പവിത്രമാക്കപ്പെട്ട ഒരു ദിവസത്തിലെ നോമ്പ്, അറഫ ദിനത്തിലെ നോമ്പ്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠിച്ചിട്ടുണ്ട്, നോറ്റിട്ടുണ്ട്. നമുക്കത് നിർവഹിക്കാം. ആ നോമ്പ് നോറ്റുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പാപങ്ങളെ നമുക്ക് കഴുകിക്കളയാം. മറ്റൊന്ന് ദിക്റുകളാണ്. 5ാമതായി കൊണ്ട് പറയുന്ന ദിക്റുകൾ, മാ മിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ്, ഉന്നതനും പ്രതാപിയുമായ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ 10 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റു ദിനമോ അതിലുള്ള കർമ്മങ്ങളെക്കാൾ ഉത്തമമായ മറ്റു കർമ്മമോ ഇല്ല. വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ ദിവസങ്ങളിൽ ഈ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റു ദിവസങ്ങളില്ല. അതേപോലെ തന്നെ അതിലുള്ള കർമ്മത്തെക്കാൾ മറ്റു ഉത്തമമായ കർമ്മങ്ങളുമില്ല. അതുകൊണ്ട് പ്രവാചകൻ പറയാണ്, നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊള്ളുക, ഫീഹിന്ന മിന തഹ്ലീൽ വർദ്ധിപ്പിച്ചു കൊള്ളുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ വർദ്ധിപ്പിച്ചത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ പോകുമ്പോൾ തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോകുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. യാത്രാവേളകളിൽ, വിശ്രമവേളകളിൽ, മറ്റു പല വേളകളിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ചൊല്ലാൻ കഴിയുന്ന വളരെ നിസ്സാരമായ എന്നാൽ ഏറെ പ്രതിഫലാർഹമായ തഹ്ലീലും തംഹീദും തഹ്മീദും അതേപോലെ തക്ബീറുമൊക്കെ ഓരോ വിശ്വാസിക്കും വളരെ ലളിതമായി കൊണ്ട് തന്നെ ചെയ്യാം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വെറുതെ മൊബൈലിൽ ഇരുന്നുകൊണ്ട് ബസ് യാത്രകളിൽ ഹെഡ്സെറ്റും കുത്തിവെച്ച് അനിസ്ലാമികപരമായ പാട്ടുകൾ കേൾക്കുന്ന, മ്യൂസിക്കുകൾ കേൾക്കുന്ന, സിനിമകൾ കാണുന്ന അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ രീതിയിലുള്ള തക്ബീറും അതേപോലെ തന്നെ അൽഹംദുലില്ലയും ലാ ഇലാഹ ഇല്ലല്ലയും അല്ലാഹു അക്ബറും പറഞ്ഞുകൊണ്ട് യാത്ര പോകുവാനും വിശ്രമ സമയങ്ങളിൽ ഇത് ചൊല്ലാനും കഴിഞ്ഞാൽ, ആ ദിക്റുകൾ നമ്മൾ കൂടുതലായി ചെല്ലുകയാണെങ്കിൽ അതിൻ്റെതായ പ്രതിഫലം നമുക്ക് റബ്ബ് നൽകുമെന്നുള്ളതാണ്. പക്ഷേ നമ്മളതൊക്കെ നിസ്സാരമായി കാണുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒക്കെ നിസ്സാരമാണ്. നമുക്ക് നമസ്കാരം കഴിഞ്ഞാൽ മാത്രമല്ല ദിക്റുകൾ ഉള്ളത്. നമസ്കാരത്തിന് ശേഷം ഇരിക്കുന്ന 10 മിനിറ്റിലോ 15 മിനിറ്റിലോ മാത്രമല്ല ഇസ്ലാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകളും ദുആകളും പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ അവൻ ദുആകളിലാണ്. അവൻ തിരിച്ച് രാത്രി വിശ്രമത്തിനായി കിടക്കുന്നതിനായി അവൻ കട്ടിലിലേക്ക് പോകുമ്പോഴും പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവൻ കട്ടിലിലേക്ക് കയറി കിടക്കുന്നത്. ഒരുപാട് പ്രാർത്ഥനകൾ, മലക്കുകളുടെ കാവൽ കിട്ടാനുള്ള, അതുപോലെ തന്നെ സ്വർഗം നേടാനുള്ള, അങ്ങനെയുള്ള ധാരാളം പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി അവനവൻ്റെ ഒരു ദിവസത്തെ അവസാനിപ്പിക്കുന്നത്, തുടങ്ങുന്നതും പ്രാർത്ഥനയിലൂടെയാണ്. അതിനിടയിൽ കിട്ടുന്ന ദിക്റുകൾ ചെല്ലാനുള്ള, ദുആകൾ അധികരിപ്പിക്കാനുള്ള സമയങ്ങളെ നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ല, നമ്മളതിന് ഗൗരവം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ അതിന് ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് സാധിക്കണം. 6ാമതായി കൊണ്ട് പറയുന്നത് തൗബയാണ്, പാപമോചനം തേടണം.
അതിനുള്ള അവസരം കൂടിയാണ് ഈ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. 7 നമ്മൾ മുൻപ് ചർച്ച ചെയ്ത കാര്യമാണ് ഉളുഹിയ്യത്ത്. അത് അറുക്കുവാൻ, ആ ബലികർമ്മത്തിൽ പങ്കുചേരുവാനുള്ള തീരുമാനം ഇറച്ചിക്ക് വേണ്ടിയിട്ടല്ല, തോലിന് വേണ്ടിയിട്ടല്ല, മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. തഖ്വയാണ് പ്രധാനപ്പെട്ടത്. ആ തഖ്വ നേടിയെടുക്കാൻ വേണ്ടി റബ്ബിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ കഴിവുള്ളവർ കൂടുക എന്നുള്ളതാണ്. 8 സ്വതക്കകളാണ്. ഏത് തരത്തിലും സ്വതക്കകൾ നൽകാം. ആ സ്വതക്കകൾ വർദ്ധിപ്പിക്കാനാണ് ഇസ്ലാം പറയുന്നത്. 9 പറയുന്നത് എല്ലാ നന്മകളും ചെയ്തുകൊണ്ടേയിരിക്കുക, എല്ലാ നന്മകളും ചെയ്യുക. അതേപോലെ തന്നെ പുതിയത് എന്തെങ്കിലുമൊക്കെ എന്നും ചെയ്യുന്നതല്ലാത്ത ഒന്നെങ്കിലും പുതുതായി ചേർക്കാൻ, നന്മകൾ ചേർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ 10 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അവിടെ നോമ്പുകളുണ്ട്, സ്വതക്കയുണ്ട്, സകാത്തുണ്ട്, സ്വതക്കയുണ്ട്, നമസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്. എല്ലാ കർമ്മങ്ങളുടെയും ഒരു സംഗമ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ, അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി കാണുകയും കൂടുതലായി സജീവതയോടുകൂടി ഈ ദുൽഹിജ്ജയിലെ 10 ദിനരാത്രങ്ങളെ കർമ്മങ്ങളുടെ ദിനരാത്രങ്ങളായി മാറ്റാനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് 4 മണിക്ക്, ഇന്ന് 4:30 സമയത്ത് ISMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന മമ്പുറം പ്രദേശത്ത് വെച്ച് നടത്തുന്ന ഒരു സമ്മേളനത്തിലേക്ക് എല്ലാ ആളുകളെയും ക്ഷണിക്കുകയാണ്. മമ്പുറം എന്ന പ്രദേശം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലം ഏത് കാര്യത്തിനാണോ പ്രശസ്തമായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഒരു ആദർശ സമ്മേളനമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. യഥാർത്ഥ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പരിചയപ്പെടുത്തുന്ന, യഥാർത്ഥ വിശ്വാസിയുടെ ആദർശം എന്തെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ആദർശ സമ്മേളനമാണ്. വൈകിട്ട് 4:30 മുതൽ ആരംഭിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു പരിപാടി നമ്മുടെ KNMന്റെ പ്രവർത്തക സംഗമമാണ്. ISM, MGM, MSMന്റെ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയ കോഴിക്കോട് സ്വപ്ന നഗരിയിലുള്ള ട്രേഡ് സെന്ററിൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഈ 2 പരിപാടിയിലേക്കും നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടം വിശാലമാക്കുകയും അവരെയും നമ്മളെയും നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് റബ്ബേ, ഞങ്ങൾ വിട പറഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ച് ഞങ്ങളെ നീ മരിപ്പിക്കണമേ നാഥാ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥാ, അവരുടെ പ്രയാസങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണമേ നാഥാ. രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥാ. സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളിലും കടക്കണയിലും ഉൾപ്പെട്ട് ജീവിതം പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളുടെ റബ്ബേ, അവരുടെ പ്രയാസങ്ങളും സാമ്പത്തികമായ ബാധ്യതകളും നീ ദൂരീകരിച്ച് കൊടുക്കുമാറാകണേ നാഥാ. അല്ലാഹുവിനുള്ള മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥാ. ലോകത്ത് മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ നാഥാ, അവർക്ക് നീ നിർഭയത്വവും കാരുണ്യവും സദാസമയം പ്രദാനം ചെയ്യണമേ നാഥാ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف النفوس
صرف نفوسنا على ملتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.